മണീസ്. അപ്പം നമ്മൾ വറുക്കാനെടുത്ത ചക്കയുടെ ബാക്കി ചക്ക വെട്ടി പറക്കി വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. സത്യം പറഞ്ഞാൽ കുറേ നാളായി കേട്ടോ ചക്ക വേവിച്ചത് കഴിച്ചിട്ട്, അതുകൊണ്ട് നല്ല കൊതിയുണ്ടായിരുന്നു. അപ്പോൾ ചക്ക വെട്ടി പറക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ഈ ചക്ക കുരുവും കൂടെ തൊലിച്ചിട്ടു കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും ഇടാറുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങ, ചെറുള്ളി, ജീരകം, ഇഞ്ചി, അതുപോലെ പച്ചമുളക്, ചെറുജീരകം, കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചിങ്ങെടുത്തു. പിന്നെ കുക്കറിൽ 2 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നാളത്തേക്ക് വെച്ച മത്തിയാണ് കേട്ടോ, അതിങ്ങെടുത്തു. നാളെ വേറെ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീ നല്ല അടിപൊളിയായിട്ട് ചക്ക വെന്ത് വന്നു. പിന്നെ മീനൊക്കെ വെട്ടി നമ്മുടെ കിങ്ങിണി പൂച്ചയ്ക്കും അവളെ മോനും കൂടി കൊടുത്തു, തലയും ഭാഗങ്ങളൊക്കെ. പിന്നെ മീൻ പൊരിക്കാനും കുറച്ച് മാറ്റി വെച്ചു. മീൻ മുളകിട്ട് കറി വെച്ചാൽ മതി എന്ന് അണ്ണം പറഞ്ഞേ. തേങ്ങ അരച്ച കറി അണ്ണന് വലുതായിട്ട് ഇഷ്ടമല്ലേ. അങ്ങനെ ദേ കറി റെഡിയായി. മീൻ പൊരിച്ചതും നമ്മുടെ ചക്ക വേവിച്ചതും റെഡി. നമ്മുടെ പൊന്നുസ് മുട്ടന് തകർത്ത് കളിയാണ്. വെളിയിൽ നല്ല തകർത്ത് മഴയും പെയ്യാണ്. എനിക്കും അണ്ണന് നല്ല വിശന്നു, കാരണം കുറേ നേരമായിട്ട് ചക്കയുടെ പുറകെ ആയിരുന്നല്ലോ. നല്ല അടിപൊളി കറിയും ചക്ക വേവിച്ചതുമായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് കഴിച്ചു.